ഹായ്, ഞാൻ റീന മാർട്ടിൻ. എല്ലാവർക്കും ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സോളോ വുഡ് വെച്ച് എങ്ങനെയാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കണമെന്ന് നോക്കാം. സോളോ വുഡാണിത്. ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ഷീറ്റ് തന്നെയാണിത്, പേപ്പറാണിത്. പിന്നെ ഇതിനിപ്പോൾ ഇത് വെച്ച് ഫ്ലവർ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിപ്പോൾ വേണ്ടത് ത്രെഡ് വേണം, ഫ്ലവർ ടേപ്പ്, സിസേഴ്സ്, കമ്പി, ഇത്ര സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡാമേജ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടാത്തതുകൊണ്ട് എപ്പോഴും ഡാമേജ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിൽ നിന്ന് പെറ്റൽസ് എപ്പോഴും റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ അവിടെ നന്നായിട്ട് മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ അത് ചിലപ്പോൾ കുറച്ച് പൊട്ടിയൊക്കെ പോകും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, കുഴപ്പമില്ല. അത് അവിടെ നിന്ന് ആ ഫോൾഡിങ്ങിൻ്റെ വശത്തുനിന്ന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യും. അതായത് ഫോൾഡ് ചെയ്ത വശത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത്തിൻ്റെ ഹാഫ് വരേക്ക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഏകദേശം കറക്റ്റായിട്ടുള്ളൊരു അളവൊന്നും അല്ല അത്, നമ്മൾ ഏകദേശം ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നാണ്. അതിൻ്റെ ഒരു ഏകദേശം ഹാഫ് വരുന്ന വിധത്തിൽ നമ്മൾ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കും. പിന്നെ ഇത് ഇപ്പോൾ ഈ ഫ്ലവറിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു വീതിയിൽ അരിയുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്നത് പൊടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു ലുക്കായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. നമ്മൾ കുറച്ച് വീതിയിൽ എടുത്ത് കഴിയുമ്പോൾ, ഏറ്റവും തിന്നായിട്ട് എടുത്ത് കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ്, പലതും പല സ്റ്റൈലിലാണ് വരിക. ഫ്ലവർ എങ്ങനെ ചെയ്താലും തെറ്റല്ല, എങ്ങനെ ചെയ്താലും ഭംഗിയാണ്. അതുകൊണ്ട് ഈ അരിയുന്നതും അതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. ഓരോരുത്തരുടെ കൈയുടെ ഒരു ഇതനുസരിച്ച് അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കുക. ഹാഫ് വരെ ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. ആ ഫോൾഡിങ്ങിൻ്റെ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് തരണം. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇപ്പം നമുക്കിപ്പോൾ ഈ ഒരു ഷീറ്റ് കൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഫ്ലവർ അത്രയും വലുപ്പം കിട്ടും. അതല്ല ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഷീറ്റും കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ഫ്ലവേഴ്സിന് വലുപ്പം കൂടും. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ചുമ്മാ ഇങ്ങനെ റോൾ ചെയ്ത് പോവുക. ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ റോൾ ചെയ്ത് പോവില്ല. ഇത് ഏകദേശം അത്ര വലിപ്പമുള്ള ഫ്ലവർ അല്ല, സാധാരണ ഒരു വലിപ്പത്തിലുള്ള ഫ്ലവറാണ്. എന്നിട്ട് ഇതിനിങ്ങനെ നന്നായിട്ട് അടിഭാഗത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഫ്ലവർ റെഡിയായി. നമ്മളൊന്നും ചെയ്തില്ല, കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് അതിനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഈ അടിഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. ഇതാണ് ആകെ ഫ്ലവറിന് ചെയ്തത്. നമ്മൾ പ്രസ് ചെയ്ത് ഫ്ലവർ റെഡിയായി. പിന്നെ നമുക്ക് പെട്ടെന്ന് എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് നമ്മൾ കമ്പി എടുത്ത് കെട്ടിക്കൊടുക്കുക. നന്നായിട്ട് മുറുക്കി കെട്ടിക്കൊടുത്തിട്ട് ഫ്ലവറിലേക്ക് ചുറ്റും. ഇതിപ്പോൾ നാച്ചുറൽ ഫ്ലവർ ആയതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇത് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ഫ്ലവറാണത്. ഇപ്പോൾ ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ സാധാരണ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വേറെ ഇപ്പോൾ ഫിനിക്സ് പേപ്പർ വെച്ചിട്ടൊന്നും നമ്മളങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ വരുമ്പോൾ സോളാവുഡിൻ്റെ ഫ്ലവേഴ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കത് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ അത് നാച്ചുറലാണല്ലോ, നാച്ചുറലായിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഫ്ലവർ ടേപ്പ് ചുറ്റി ഭംഗിയാക്കി എടുക്കുക. ഇപ്പോൾ ഒരു ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ അങ്ങനെ കെട്ടി വെച്ചേക്കാണ്. എന്നാൽ പോലും നല്ല ഭംഗിയാണത്. നമുക്കിത് കുറേ വെച്ചിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ലേ, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, ചെയ്യാൻ എളുപ്പമാണ്. കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ പേപ്പർ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. കുറച്ചൊക്കെ ഡാമേജ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഓക്കെ, ബൈ.